ഹായ് നമസ്കാരം. എയിം സ്റ്റഡി സെന്ററിന് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യാണ്. ആദ്യ ചോദ്യം നോക്കിയാ. അപ്പൊ ആദ്യ ചോദ്യത്തിൽ തന്നെ ഞാൻ അവിടെ സ്റ്റാർ ഇട്ടു. ഇതില്ലാത്ത ഒരു മലയാളം പരീക്ഷ പോലും ഉണ്ടാവില്ല. ഇതില്ലാത്ത ഒരു മലയാള ചോദ്യങ്ങൾ പോലും ഇവിടെ ഉണ്ടാവില്ല എന്നും കൂടി പറയാം. ഓക്കെ, ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എന്തുകൊണ്ടാണ് വന്നത് എന്നും കൂടി പറഞ്ഞുതരാം കേട്ടോ. ആദ്യം നോക്കിയേ, താഴെ തന്നിരിക്കുന്നവയിൽ ബഹുവചന പദജോടി ഏത് എന്നാണ് ചോദ്യം. അതായത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ബഹുവചന പദജോടി ഏത്? ഗുരുക്കന്മാർ അവിടെ തന്നിട്ടുണ്ട്, അധ്യാപകർ, അമ്മമാർ, വിദ്യാർത്ഥിനികൾ, കാരണവർ, ജ്യോത്സ്യർ, സ്നേഹിതർ, ദുഃഖിതർ. ഇതില് ബഹുവചന പദജോടിയാണ് ചോദിച്ചത്. എല്ലാരും നിർബന്ധമായിട്ടും ആൻസർ ചെയ്യുക കേട്ടോ. അപ്പോഴേ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. നോക്കി ജസ്റ്റ് ഞാൻ പറയുന്നത് മാത്രം കേട്ടോണ്ടിരിക്കണ്ട, ഒന്ന് ആൻസർ ചെയ്യുകയാണെങ്കിൽ ആ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു ഗുണം വേറെ തന്നെയാണ് കേട്ടോ. അപ്പോ ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് നോക്കാം. ബഹുവചന പദജോടിയാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്? ഓക്കെ, അപ്പൊ നമ്മളുടെ ആൻസർ അവിടെ ഞാൻ പറയാം. ഓപ്ഷൻ സി ആണ് വരിക, കാരണവർ, ജ്യോത്സ്യർ. ക്ലിയർ ആണോ? താഴെ തന്നിരിക്കുന്നവയിൽ ബഹുവചന പദജോടി ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. എന്തുകൊണ്ടാണ്? അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ ആ റൂൾസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് ബഹുവചനം? എന്താണ് നമുക്ക് നോക്കാം. ഇവിടെ ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. എന്താണ് ബഹുവചനം എന്ന് ആ ഒരു പ്രത്യയം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അതായത് ഏകവചനമായിട്ടുള്ള ഒരു രൂപങ്ങളോട് അതൊന്നും ഞാൻ പറയുന്ന ഒന്നും വേണ്ട, ഞാൻ PDF തരാൻ വേണ്ടി എഴുതിയതാണ്. അപ്പോ ആർ, മാർ, കൾ എന്നീ പ്രത്യയങ്ങൾ ചേർത്താൽ അവിടെ എന്താണ് കിട്ടുന്നതാണ് അവിടെ എന്ത് ബഹുവചനം എന്ന് പറയുന്നത്. അപ്പോ എന്താണ് ബഹുവചനം പറഞ്ഞാൽ ആർ, മാർ, കൾ എന്നീ പ്രത്യയങ്ങൾ അവിടെ ചേർത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ബഹുവചനം കിട്ടും. എക്സാമ്പിൾ നോക്കിയേ, മനുഷ്യർ, അല്ല അറിയില്ലേ, ദേവന്മാർ, കുതിരകൾ, ശത്രുക്കൾ. അപ്പൊ എന്താണ് ഇതൊക്കെ അവിടെ എന്താണ് ബഹുവചനമല്ലേ? അല്ലെ, മനുഷ്യർ, ദേവന്മാർ, അല്ലെ, എന്തൊക്കെയാണ് ആർ, മാർ, കൾ എന്നീ പ്രത്യയങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താണ്? അതാണ് അവിടെ എന്ത് ബഹുവചനം എന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? അപ്പോ ഈ ബഹുവചനത്തിനെ നമ്മള് സലിംഗം, അലിംഗം, പൂജകം എന്നായിട്ട് മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. സലിംഗം, അലിംഗം, പൂജകം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ചോദ്യം അവിടെ എക്സാമിന് ഈ ഒരു ചോദ്യം ഉണ്ടാവും കേട്ടോ, അതിൽ ഒരു സംശയമില്ല. അപ്പൊ നമുക്ക് ബഹുവചനം എത്രയ്ക്കായിട്ട് തരംതിരിക്കുന്നുണ്ട് പറഞ്ഞേ, ഏതൊക്കെയാണ്? സലിംഗം, അലിംഗം, പൂജകം. സലിംഗം, അലിംഗം, പൂജകം. അപ്പൊ നമുക്ക് നോക്കാം അവിടെ ബഹുവചനത്തെ എത്രയായിട്ട്? സലിംഗം, അലിംഗം, പൂജകം. അപ്പൊ ഈ മൂന്ന് ബഹുവചനം സലിംഗം, അലിംഗം, പൂജകം എങ്ങനെയാണ് എക്സാമിന് ഓഡ് വൺ ഔട്ടായി വന്ന ചോദ്യം ആൻസർ ചെയ്യാൻ പറ്റുക പറഞ്ഞുതരാം കേട്ടോ. ആദ്യം തന്നെ ഈ സലിംഗ ബഹുവചനം എന്താണ് എന്നും കൂടി നോക്കാം. ലിംഗത്തോട് കൂടിയ ബഹുവചനം, അതായത് ഒന്നുമില്ല അല്ലെ, പുരുഷൻ, സ്ത്രീ, ഇവ ഏതിന്റെങ്കിൽ ബഹുത്വത്തെ കാണിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഏത്? സലിംഗ ബഹുവചനം. അല്ലെ, പുരുഷൻ, സ്ത്രീ, ഇവ ഏതിനെങ്കിലും ഒന്നിന്റെ കാണിക്കാൻ അതിൽ എന്തൊക്കെ വരും? ഒന്നും വേണ്ട, അതിന്റെ പ്രത്യയങ്ങൾ മാത്രം നോക്കിയാൽ മതി. കൾ, മാർ, ഇത് രണ്ടും ഉണ്ടെങ്കിൽ അവിടെ എന്താണ്? സലിംഗ ബഹുവചനമാണ്. മനസ്സിലായോ? അപ്പൊ കൽ, മാർ ഇത് രണ്ടും ഉണ്ടെങ്കിൽ എന്താണ്? സലിംഗ ബഹുവചനമാണ്. മനസ്സിലായോ? ദെൻ ഈ സലിംഗ ബഹുവചനത്തിനെ നമ്മൾ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഇതാണ് എക്സാമിന് ഇമ്പോർട്ടന്റ്. അതായത് പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം, ഈ മൂന്നെണ്ണമായിട്ട് തരംതിരിക്കുന്നത്. പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസം. അപ്പൊ എക്സാമിന് ചോദിക്കുന്നത് താഴെ തന്നിരിക്കുന്ന ഇതിൽ പുല്ലിംഗ ബഹുവചനം അല്ലാത്തതേത്, അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ സ്ത്രീലിംഗ ബഹുവചനം ഏതാണ്, അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും നപുംസലിംഗം ബഹുവചനം ഏതാണ് എന്നാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായോ? അപ്പൊ പുല്ലിംഗം, സലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം ആണ് കൂടി മൂന്നെണ്ണം മനസ്സിലാക്കുക. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് അതിന്റെ റൂൾസ് മാത്രം നോക്കിയാൽ മതി. പുല്ലിംഗമാണെങ്കിൽ നോക്കിയേ, പുല്ലിംഗം എങ്ങനെയാ വരിക? പുല്ലിംഗ ബഹുവചനം നമുക്ക് അറിയാം അല്ലെ, ആശാരി, ആശാരിമാർ, ഇതൊക്കെ എന്താണ്? പുല്ലിംഗ ബഹുവചനമാണ്. മനസ്സിലായോ? ദെൻ
തട്ടാൻ, തട്ടാൻമാർ. വേറെന്താ പറയാ? സുന്ദരൻ. അപ്പൊ എന്താ പറയാ? സുന്ദരന്മാർ. ക്ലിയർ ആയോ? അപ്പൊ എന്താണ്? ആശാരി, ആശാരിമാർ, തട്ടാൻ, തട്ടാൻമാർ, സുന്ദരൻ, സുന്ദരന്മാർ. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഏതാണ്? പുല്ലിംഗ ബഹുവചനമാണ്. മനസ്സിലായോ? then അടുത്ത എന്താണ്? സ്ത്രീലിംഗ ബഹുവചനം. സ്ത്രീലിംഗ ശബ്ദത്തോട് മാർക്കൾ എന്നീ പ്രത്യയങ്ങൾ ചേർക്കുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? സ്ത്രീലിംഗ ബഹുവചനം. സ്ത്രീ നമുക്കറിയാലോ. അപ്പൊ എന്താണ്? വനിത, വനിതകൾ, സ്നേഹിത, സ്നേഹിതന്മാർ. മനസ്സിലായോ? വനിത, ഇപ്പൊ വേറെ പറയാം, അമ്മ, എന്താ പറയാ? അമ്മമാർ വരില്ലേ? അമ്മ, അമ്മമാർ. ക്ലിയർ ആണോ? മനസ്സിലായോ? then അടുത്ത എന്താണ്? നപുംസകലിംഗ ബഹുവചനം. അതൊന്നുമില്ല അല്ലെ? സ്ത്രീയും അല്ല. അവിടെ എന്താണ്? ഓക്കെ, നപുംസകലിംഗ ശബ്ദത്തോട് കൾ എന്ന പ്രത്യയങ്ങൾ ചേർക്കുമ്പോൾ, അവിടെ ഒന്നും വേണ്ട, കൾ എന്ന പ്രത്യയങ്ങൾ ചേർക്കുമ്പോൾ, കൾ എന്ന പ്രത്യയങ്ങൾ, മരം പ്ലസ് കൾ, മരങ്ങൾ, വീട് പ്ലസ് കൾ, വീടുകൾ, അല്ലെ? മല പ്ലസ് കൾ, അല്ലെ? മല പ്ലസ് കൾ എന്താണ്? മലകൾ. ഇതൊക്കെ എന്താണ്? നപുംസക ലിംഗ ബഹുവചനമാണ്. മനസ്സിലായോ? then ഇനി അടുത്തത് അലിംഗ ബഹുവചനം. സലിംഗം ഉണ്ട്. അടുത്ത അലിംഗ ബഹുവചനം. പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല. സ്ത്രീ പുരുഷന്മാർ ചേർത്തുള്ള കൂട്ടത്തെ എന്ത് പറയും? കൂട്ടത്തെ കാണിക്കുന്ന ബഹുവചനമാണ് ഏത്? ഈ അലിംഗ ബഹുവചനം അല്ലെങ്കിൽ സാമാന്യ ലിംഗ ബഹുവചനം എന്ന് പറയും. സ്ത്രീയാണോ അവിടെ പുരുഷനാണോ എന്ന് അറിയാൻ പറ്റില്ല. അതുപോലത്തെ സ്ത്രീ പുരുഷന്മാർ ചേർന്നുള്ള കൂട്ടത്തെ കാണിക്കുന്ന ബഹുവചനത്തെയാണ് എന്തു പറയാ? അലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. അതിൽ ഉദാഹരണം സമർത്ഥന്മാർ, സമർത്ഥകൾ. അപ്പൊ അവിടെ എന്ത് വരും? സമർത്ഥർ, അല്ലെ? മിടുക്കന്മാർ, മിടുക്കികൾ, മിടുക്കന്മാർ, മിടുക്കികൾ. അപ്പൊ എന്താ വരിക? അവിടെ എന്താ വരിക? മിടുക്കർ എന്ന് വരും, അല്ലെ? മിടുക്കർ എന്ന് വരും. അപ്പൊ എക്സാമിന് ചോദിക്കുമ്പോ ഇപ്പൊ സമർത്ഥർ അല്ലെങ്കിൽ ഏത് ബഹുവചനത്തോട് ചേർന്നതാണ് എന്നാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. മനസ്സിലായോ? കുട്ടികൾ, അധ്യാപകർ, മൃഗങ്ങൾ, മക്കൾ, ബന്ധുക്കൾ, ജനങ്ങൾ, മടിയർ, പക്ഷി, നർത്തകർ ഒക്കെ അതിൽ വരും. ക്ലിയർ ആണോ? എന്തൊക്കെയാണ് അലിംഗ ബഹുവചനം, സലിംഗ ബഹുവചനം, പൂജകം, സ്ത്രീ എല്ലാം മനസ്സിലായോ? ഇതിൽ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? ഒന്നും കൂടി പറയണോ? ഓക്കെ, അവിടെ ആ പ്രത്യയങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ തന്ന എക്സാമ്പിളെ പരീക്ഷയ്ക്ക് മാക്സിമം വരുള്ളൂ കേട്ടോ. then അടുത്തത് നോക്കാം. അതിന്റെ അടുത്ത സെക്ഷൻ നോക്കുകയാണ് പൂജക ബഹുവചനം. പൂജക ബഹുവചനം എന്താ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ പൂജക ബഹുവചനത്തിൽ പെടുന്നത് ഏത് എന്നായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക. അർത്ഥം കൊണ്ട് ഏകവചനമാണെങ്കിലും ബഹുമാനാർത്ഥം സൂചിപ്പിക്കുന്ന ബഹുവചന രൂപങ്ങളാണ്. ഒന്നുമില്ല, അവിടെ ബഹുമാന റെസ്പെക്ട് അവിടെ കൊടുക്കുന്നുണ്ട്. അതെന്താണ്? അത് പൂജക ബഹുവചനമാണ്. നോക്കിയേ, ആർ, ആർ, മാർക്കൾ എന്നിവയാണ് പ്രത്യയങ്ങൾ. അപ്പൊ ഒന്നുമില്ല, ഭീഷ്മർ, അവർകൾ, ഗുരുക്കൾ, തമ്പ്രാക്കന്മാർ, തട്ടാർ, മാരാർ, നങ്ങ്യാർ, തിരുവടികൾ, നിങ്ങൾ, താങ്കൾ, സ്വാമികൾ, ബ്രാഹ്മണർ, ശാസ്ത്രികൾ മുതലായവ ഏത് ബഹുവചനമാണ് എന്ന് പരീക്ഷയ്ക്ക് ഉറപ്പായി ചോദിക്കും. അതാണ് എന്ത്? പൂജക ബഹുവചനം. ചിലപ്പോ ഈ എക്സാമ്പിൾ ആയിരിക്കും, ഈ എക്സാമ്പിൾ ആണ് അവിടെ ചോദിക്കുക. ഈ എക്സാമ്പിൾ എന്നാണ് ഇതിൽ ഏത് ഗണത്തിൽ പെടുന്നു എന്ന് ചോദിക്കുന്നത്. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത എക്സാമിന് ചോദിക്കുകയാണ് ആദേശസന്ധി, ആഗമസന്ധി, ലോപസന്ധി, ദ്വിത്വസന്ധി. ഒരു ചോദ്യം അവിടെ ഉറപ്പിച്ചു കേട്ടാ. അപ്പോ ആദേശസന്ധിക്ക് ഉദാഹരണം ഏത് എന്നാണ് ചോദ്യം. എന്താണ് ആദേശസന്ധിക്ക്
ഉദാഹരണം ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി, നെന്മണിയാണ് അവിടെ ആദേശ സന്ധി അല്ലെ. എങ്ങനെയാ വരിക, എങ്ങനെയാ നമ്മൾ പിരിക്കുക അത്? നെൽ അല്ലെ, നെൽ പ്ലസ് മണിയാണ് അവിടെ എന്താണ് നെന്മണിയായിട്ട് വന്നത് അല്ലെ. എന്താണ്? നെൽ പ്ലസ് മണിയാണ് അവിടെ എന്താണ് നെന്മണിയായിട്ട് വന്നത്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ആവും എന്താണ് സന്ധികൾ എന്നല്ലേ. അപ്പൊ നമുക്ക് നോക്കാം. ഈ സന്ധി പറഞ്ഞാൽ കുറെ പദങ്ങൾ അങ്ങോട്ട് കൂട്ടിച്ചേർന്നിട്ടുള്ള ആണ് എന്ത് സന്ധി എന്ന് പറയാം. ഈ സന്ധികൾ 4 തരത്തിലുള്ളതാണ് പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. ഞാൻ ഇതൊക്കെ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സന്ധി. അപ്പൊ ആദ്യം നമ്മുടെ ആൻസർ അവിടെ ആദേശ സന്ധിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ എന്താണ് സന്ധി എന്ന് പറയാം. 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം അങ്ങോട്ട് പോകും, എന്നിട്ട് വേറൊരാൾ വരും. 2 വർണ്ണങ്ങൾ തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ ഒരാൾ അങ്ങോട്ട് തള്ളി വിട്ടിട്ട് വേറെ ആളിനെ കയറ്റും. അതിനെയാണ് പറയുക എന്ത്? ആദേശ സന്ധി. മനസ്സിലായോ? അപ്പൊ 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം അങ്ങോട്ട് പോയിട്ട് പറഞ്ഞേ പകരം വേറൊരാൾ വരിക അല്ലെ. അപ്പൊ 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോയിട്ട് അല്ലെ വേറെ ഒരാള് വരികയാണ്. അതിന് എന്താണ് പറയാ? ആദേശം ചെയ്യുക. അതാണ് ആദേശ സന്ധി. നോക്കിയേ, ഇവിടെ ഒരു ഉദാഹരണം നോക്കിയേ. കൽ പ്ലസ് മതിൽ. എന്താണ് അവിടെ വരിക? കല്ല്. കൽ പ്ലസ് മതിൽ, ഇതല്ലേ കൺമതിലായി വരുന്നത്. അപ്പൊ അവിടെ നമുക്ക് ലേവ് മാവ് നോക്കിയേ, അവിടെ ലേ പോയിട്ട് അവിടെ കൺമതിൽ നാ അല്ലേ വന്നത്. അപ്പൊ എന്താണ് അവിടെ? 2 വർണ്ണം തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം അങ്ങോട്ട് പോയിട്ട് വേറൊരു വർണ്ണം വരികയാണ്. ഈ ഉദാഹരണങ്ങളൊക്കെ എക്സാമിന് വരും, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ദെൻ അപ്പൊ അത് ആദേശ സന്ധി. നിൻ പ്ലസ് കൾ, നിങ്ങൾ. ഇത് 2 ഈ വർണ്ണങ്ങൾ ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ നിങ്ങൾ കിട്ടിയത്. അവിടെ എന്നും പോയിട്ടാ നോക്കിയേ, എന്നും കൂടെ കായും കൂടെ ആയിട്ടാണ് അവിടെ ങ എന്ന് വന്നത്. ക്ലിയർ ആണോ? ദെൻ വെണ്മ. വെണ്മ എങ്ങനെയായത്? വെള് പ്ലസ് മ അല്ലെ, വെള് പ്ലസ് മ. വെണ്മ പറഞ്ഞ നമ്മൾ ചിലപ്പോൾ വെളുപ്പ് പ്ലസ് പറയും, വെളുപ്പല്ല, വെള് പ്ലസ് മാവാണ് അവിടെ എന്ത് വെണ്മ എന്ന് വരുന്നത്. കൺ പ്ലസ് നീർ, കണ്ണീർ അല്ലെ. കൺ പ്ലസ് നീർ എന്താണ്? കണ്ണീർ അല്ലെ. അല്ലെങ്കിൽ ഞാൻ പറയാം, കേൾ പ്ലസ് ടു എന്താ വരിക? പറഞ്ഞേ, കേൾ പ്ലസ് ടു എന്താണ് വരിക? ടൈപ്പ് ചെയ്, ആൻസർ പറ. ഇത്രയും ഞാൻ പറഞ്ഞു തന്നു. അപ്പൊ കേൾ പ്ലസ് ടു എന്താ വരിക? കേൾ പ്ലസ് ടു കേട്ടു അല്ലെ. അപ്പൊ മനസ്സിലായോ? കേൾ പ്ലസ് ടു കേട്ടു അല്ലെ. ഓക്കെ, ദെൻ മരം പ്ലസ് ഇൽ എന്താ വരിക? മരം പ്ലസ് ഇൽ മരത്തിൽ. മരം പ്ലസ് ഇൽ മരത്തിൽ. മനസ്സിലായോ? എൻ പ്ലസ് 100. അപ്പൊ എന്താ പറയുക? എൻ പ്ലസ് 100 800. അപ്പൊ അവിടെ എന്താണ്? ഒരു വർണ്ണം പോയിട്ട് വേറൊന്ന് വരികയല്ലേ? ആണോ? മനസ്സിലായോ? ഓക്കെ, അപ്പൊ ആദേശ സന്ധി ക്ലിയർ ആയില്ലേ? ദെൻ ആഗമസന്ധി. 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോ മൂന്നാമതൊരാളാ അല്ലെ. എന്താ അവിടെ? 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ മൂന്നാമത്തെ ആൾ എന്ത് ചെയ്യും? ആഗമിക്കുകയാണ് അവിടെ അല്ലെ. 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ മൂന്നാമതൊരു വർണ്ണം വന്നു ചേരുന്നതിനെയാണ് എന്ത്? ആഗമസന്ധി അല്ലെ. ആഗമിക്കുക എന്ന് പറയുക. അണി പ്ലസ് അറ എന്താണ്? അണിയറ. അവിടെ അല്ലെ, അതെന്തായി? ആയും ചന്ദ്രകലയും അവിടെ ആഗമിക്കുകയല്ലേ ചെയ്യുക. അപ്പൊ അണി പ്ലസ് അറ അണിയറ. അപ്പൊ 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോയി മറ്റൊന്ന് വരികയാണെങ്കിൽ ആദേശ സന്ധിയും 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ മൂന്നാമതൊരു വർണ്ണം അല്ലെ ഇങ്ങനെ ആഗമിക്കുകയാണ്. അതെന്താണ്? ആഗമ സന്ധിയാണ്. മനസ്സിലായോ? തല പ്ലസ് ഓട്, തലയോട്. ഈ ലാവും ഓ നോക്കി അവിടെ അവിടെ എന്ത് ചെയ്തു? ആഗമിക്കുകയാണ് അല്ലെ. വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാമിന്. തിരു പ്ലസ് ആതിര, തിരുവാതിര അല്ലെ. തിരുവാതിര അവിടെ എന്താണ്? അവിടെ ആഗമിച്ചില്ലേ? ദെൻ ആ പ്ലസ് അൻ അവൻ, അതും അവിടെ എന്താണ്? അവിടെ ആഗമിച്ചു അല്ലെ. ഇപ്പോ കരി പ്ലസ് പുലി എന്താണ്? കരിമ്പുലി.
അല്ലെ? കരി പ്ലസ് പുലി കരിമ്പുലി. അവിടെ മ ആഗമിച്ചില്ലേ? മ അവിടെ ആഗമിച്ചില്ലേ? എങ്ങനെയാ മ? ഇതാ മ പ്ലസ് പാ അല്ലേ ബാവായിട്ട് വരിക. അപ്പൊ മ പ്ലസ് പാ, മ അവിടെ ആഗമിച്ചില്ലേ? മനസ്സിലായോ? ഇനി തെറ്റിക്കോ? ഓക്കെ. അടുത്ത ചോദ്യം, അടുത്തല്ല അടുത്തത് ലോപസന്ധി. ഇതും എക്സാമിന് ചോദിക്കും. രണ്ട് വർണ്ണം തമ്മിൽ ചേരുമ്പോൾ അതിൽ ഒന്ന് അവിടെ ഉണ്ടാവില്ല. ലോപിക്കുക അല്ലെ, കുറയുക. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അതിൽ ഒന്ന് അവിടെ ഇല്ലാണ്ടാവുക. എന്താണ് ലോപസന്ധി? അല്ലെ? തണുപ്പ് പ്ലസ് ഉണ്ട് അല്ലെ, തണുപ്പുണ്ട്. തണുപ്പ് പ്ലസ് ഉണ്ട്, തണുപ്പുണ്ട്. അവിടെ നോക്കിയേ, ഒരു പ്ലസ് അടി ഒരടി അല്ലെ, ഒരു പ്ലസ് അടി ഒരടി. പിന്നെന്താണ്? തെല്ല് പ്ലസ് ഇട തെല്ലിട. അവിടെ ലീവും ഈയുമായിട്ട് എന്താ ലീ വന്നു അല്ലെ. ഒരു പ്ലസ് ഇല, അവിടെ എന്താണ് ഈ പോയി കഴിഞ്ഞു, ഒരില. കയ്പ് പ്ലസ് ഉണ്ട് കയ്പുണ്ട്. ഒരു പ്ലസ് ഇടി ഒരിടി. ഇത് ഒരു പ്ലസ് അടിയാണ് ഒരടി. ഒരു പ്ലസ് ഇടി ഒരിടി. പിന്നെ നമുക്ക് പറയാം, കണ്ടോ പ്ലസ് ഇല്ല എന്താ പറയാ? കണ്ടില്ല. മനസ്സിലായോ? കണ്ട് പ്ലസ് ഇല്ല കണ്ടില്ല. ഓക്കെ. അടുത്ത ദ്വിത്വസന്ധി. ദ്വിത്വം പറഞ്ഞാൽ തമ്മിൽ നമുക്കറിയാം അല്ലെ, അവിടെ ഇരട്ടിക്കുകയാണ് അല്ലെ. ദ്വിത്വം പറഞ്ഞാൽ എന്താണ്? ഇരട്ടിക്കുക എന്നാണ്. ലോപം പറഞ്ഞാൽ അവിടെ കുറയുകയാണ് അല്ലെ, ഒന്നില്ലാതാവുകയാണ്. അപ്പൊ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോ ഒന്നുമില്ല, ഇരട്ടിക്കുകയാണെങ്കിൽ അതെന്താണ്? ദ്വിത്വസന്ധി. തല പ്ലസ് കെട്ട്, ഇവിടെ നോക്കിയേ ക തലക്കെട്ട്. പൂ പ്ലസ് ചട്ടി, ദേ പൂച്ചട്ടി. കവിൾ പ്ലസ് തടം കവിൾ തടം. പണി പ്ലസ് പുര, രണ്ട് പാവല്ലേ പണിപ്പുര. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പോ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ മൂന്നാമതൊരാൾ വരികയാണെങ്കിൽ ആഗമസന്ധി അല്ലെ. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒന്ന് പോയി വേറൊന്ന് വരികയാണെങ്കിൽ അത് ആദേശസന്ധി. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒന്ന് ഇല്ലാണ്ടായി അത് ലോപസന്ധി. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒന്ന് ഇരട്ടിക്കുകയാണെങ്കിൽ ഏതാണ്? ദ്വിത്വസന്ധി. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം. അപ്പൊ നമുക്ക് വചനവും കിട്ടിക്കഴിഞ്ഞു, സന്ധിയും കിട്ടിക്കഴിഞ്ഞു കേട്ടോ. ത്രിമധുരം എന്ന പദത്തിന്റെ സമാസം ഏത്? ഇത് എക്സാമിന് ചെറുതായിട്ട് ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ, വലുതായിട്ട് വരില്ല, എന്നാലും ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുണ്ട്. ത്രിമധുരം എന്ന പദത്തിന്റെ സമാസം ഏതാണ്? ഇവിടെ ഏതാണ് സമാസം എന്നാണ് അവിടെ ചോദ്യമായിട്ട് വരുന്നത്. നമുക്ക് സമാസം ഒരുപാടുണ്ട്. അതിൽ ഞാന് വേറെ ഒന്നുമില്ല, അതിന്റെ പ്രത്യയങ്ങൾ മാത്രം പഠിപ്പിച്ചുതരാം. PDF ൽ നിങ്ങൾക്ക് ഡീപ്പായിട്ട് വായിക്കാൻ ഞാൻ തരുന്നുണ്ട്. പ്രത്യയങ്ങൾ മാത്രം ഞാൻ പറഞ്ഞുതരാം. അതായത് ത്രിമധുരം എന്ന് പറഞ്ഞാൽ ദ്വിഗുസമാസമാണ് അല്ലെ. ത്രിമധുരം, ഇവിടെ ഈ ത്രീ എണ്ണത്തിനെയാണ് അവിടെ വരുന്നത്. അതുകൊണ്ടാണ് എന്ത് അവിടെ ദ്വിഗുസമാസം എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ എന്താണ് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ അവിടെ പറഞ്ഞുതരാം. ബാക്കി കാര്യം ജസ്റ്റ് ഒന്ന് നോക്കാം. വിഭക്തി പ്രത്യയങ്ങളുടെ സഹായമില്ലാതെ രണ്ട് പദങ്ങളെ ചേർത്ത് എഴുതുന്നതിനാണ് എന്ത് പറയുക? സമാസം എന്ന് പറയുക. കിളിക്കൂട് എന്നീ പദങ്ങൾ സമാസിക്കുമ്പോൾ എന്ത് പറയും? കിളിക്കൂട്. ഇതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് എന്ന് ഞാൻ പറയാം. എന്താണ് തൽപുരുഷ സമാസം എന്ന് എക്സാമിന് ചോദിക്കും. അപ്പോ നിങ്ങൾ ഒന്നുമില്ല, ഉത്തരപദത്തിന് അർത്ഥത്തിന് ഫസ്റ്റിലെ ഉത്തരപദത്തിന്റെ അർത്ഥത്തിന് പ്രാധാന്യം ഉണ്ടോ അത് അവിടെ തൽപുരുഷ സമാസമാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എക്സാമ്പിള് പുഷ്പബാണം. ഇവിടെ എന്താണ്? പുഷ്പം കൊണ്ടുള്ള ബാണം അല്ലെ. അപ്പൊ എന്താണ് അവിടെ? ഉത്തരപദത്തിന് അവിടെ അർത്ഥത്തിന് എന്താണ്? പ്രാധാന്യമാണ് അല്ലെ. എക്സാമ്പിൾ പറയാ, പൂമണം. പൂമണം എന്തായിരിക്കും അവിടെ വരിക? പൂമണം എന്താണ്? അതെന്താണ്? പൂവിന്റെ മണം അല്ലേ വരിക? പൂമണം പറഞ്ഞ എന്താണ്? പൂവിന്റെ മണം. അപ്പൊ എന്താണ് അവിടെ? ഉത്തരപദത്തിന്റെ അർത്ഥത്തിനല്ലേ അവിടെ പ്രാധാന്യം അല്ലെ. ഞാൻ പറയാം, ആനവാൽ. അതെന്താ അവിടെ? ആനയുടെ വാലല്ലേ, അപ്പൊ ആനയ്ക്കല്ലേ അവിടെ പ്രാധാന്യം.
മനസ്സിലായോ? അപ്പോ തൽപുരുഷൻ പറഞ്ഞാൽ എന്താണ്? ഒന്നും നോക്കണ്ട, ഉത്തരപദം അല്ലെ, ഉത്തരപദത്തിന് അർത്ഥത്തിന് പ്രാധാന്യമുള്ളത് എന്താണ്? അത് തൽപുരുഷ സമാസമാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അതിന്റെ എക്സാമ്പിൾ ഞാൻ തന്നു അല്ലെ. പൂമണം, പൂവിന്റെ മണം. നദിക്കര, എന്താ അവിടെ വരിക? നദിയുടെ കര അല്ലെ. മീൻ പിടിച്ചു, എന്താ ആൻസർ വരിക? മീനിനെ പിടിച്ചു അല്ലെ, മീനിനെ പിടിച്ചു. കൈമുട്ട്, നോക്കിയേ, കയ്യിലെ മുട്ട്. ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പോ പറയാ മുഖഭാവം, മുഖഭാവം. അപ്പൊ എങ്ങനെയാ എഴുതുക? മുഖഭാവം, മുഖഭാവം എങ്ങനെയാണ്? മുഖത്തിന്റെ ഭാഗം നമ്മൾ എഴുതുവോ? ഇല്ല. നമ്മളെ മുഖത്തിൽ എന്താ, നിന്റെ മുഖത്തിലൊരു ഭാവം എന്നല്ല ചോദിക്കുക അല്ലെ. എന്താ നിന്റെ മുഖത്തിന്റെ ഭാഗം ചോദിക്കുവോ? ഇല്ല. നമ്മൾ എന്താ മുഖത്തിലെ ഭാവം? മുഖത്തിലെ ഭാവം കേട്ടോ, മുഖത്തിലെ ഭാവം. ക്ലിയർ ആവുന്നുണ്ടോ? മുഖത്തിലെ ഭാവം ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഓക്കെ. അടുത്ത് ബഹുവ്രീഹി സമാസം. താഴെ തന്നിരിക്കുന്നവയിൽ ബഹുവ്രീഹി സമാസത്തിന് ഉദാഹരണം ഏത്? അല്ലെങ്കിൽ നീലയായ കണ്ഠമുള്ളവനാരോ അവൻ, ഇത് ഏത് സമാസത്തിൽ പെടുന്നു എന്നാണ് ചോദ്യം. അതിൽ അവിടെ ഉണ്ടാവും തൽപുരുഷനാണോ അല്ലെ, പിന്നെ ബഹുവ്രീഹിയാണോ, അവ്യയഭവനാണോ, പ്രതിഗ്രാഹികയാണോ എന്നൊക്കെ അവിടെ ചോദിക്കും. ഒന്നുമില്ല, അന്യപദത്തിന്റെ അർത്ഥം അല്ലെ. എന്താണ് അന്യപദത്തിന്റെ ഒന്നും വേണ്ട, വേറെ ഒന്നും വിചാരിക്കണ്ട. താമരക്കണ്ണൻ എന്താണ്? വേറെ എന്തോ പദത്തിന് അർത്ഥം അല്ലെ. നിന്റെ കണ്ണ് താമരയുടെ കണ്ണ് പോലെ അല്ലെ. താമരക്കണ്ണ് എന്താ പറയാ, ഉള്ള പോലെ ഉണ്ട് പറഞ്ഞ എന്താണ്? താമരയുടെ ഇതൾ പോലെയുള്ള കണ്ണുകളോട് കൂടിയവൻ ആരോ അവൻ. ആരാണ് അവൻ? ശ്രീകൃഷ്ണനാണ്. അപ്പൊ അവിടെ എന്താ പറയാ? അന്യപദം അല്ലെ. അന്യപദത്തിന് പ്രാധാന്യമുള്ളതാണ് എന്ത്? ബഹുവ്രീഹി സമാസം അല്ലെ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. മനസ്സിലായോ? ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ. അടുത്തത് നീലകണ്ഠൻ, എന്താ അവിടെ വരിക? ഉത്തരപദം പറഞ്ഞ എന്താണ്? നമ്മളൊരു എക്സാമ്പിൾ പറയാം, പുഷ്പബാണം. അവിടെ എന്താണ്? ബാണം അല്ല അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരിക. ഉത്തരപദം എന്താണ്? ബാണം എന്ന പദത്തിനാണ് അവിടെ പ്രാധാന്യം എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ. നീലകണ്ഠൻ, നീല എന്താണ്? നീലയായ കണ്ഠമുള്ളവൻ ആരോ അവനാണ്. അത് ആരാണ്? ശിവൻ. അപ്പൊ അന്യപദത്തിന് പ്രാധാന്യമല്ലേ? അല്ലേ? ചന്ദ്രമൗലി, ചന്ദ്രൻ മൗലിയിൽ ഉള്ളവൻ ആരോ അവൻ ശിവൻ. ഗജാനനൻ, ഗജത്തിന്റെ ആനനമുള്ളവൻ ഗണപതി. അപ്പൊ അന്യപദത്തിന് പ്രാധാന്യമുള്ളത് ഏതാണ്? ബഹുവ്രീഹിയാണ്. ഇത് പരീക്ഷയ്ക്ക് വളരെ അതും ചോദിക്കില്ല. പക്ഷെ പ്രതിഗ്രാഹിക, സംബന്ധിക, ആധാരിക, അത് പ്രയോജിക, അത് എന്തായാലും ചോദിക്കും. അത് നിങ്ങൾ പഠിക്കണ്ട. നിങ്ങൾ അതിന്റെ ടേംസ് അത് മാത്രം പഠിക്കാം. അതിന്റെ റൂൾസ് മാത്രം അവിടെ എഴുതി വെച്ച് പഠിച്ചാൽ മതി കേട്ടോ. അത് പരീക്ഷയ്ക്ക് ഒരു ചോദ്യമാണ്. അപ്പൊ നമ്മൾ അവിടെ ഫസ്റ്റ് നമ്മളുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യന്? ത്രിമധുരം അല്ലെ. ത്രിമധുരം ഏത് സമാസമാണ് പറഞ്ഞു? ദ്വിഗുസമാസമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നോക്കിയേ, സംഖ്യ ചേർത്ത് കാണപ്പെടുന്നത് ഏതാണ്? അത് അവിടെ എന്താണ്? ദ്വിഗുസമാസമാണ്. മുപ്പാര്, 1000 ആണ്ട്, പഞ്ചലോഹം, ചതുർവേദം, ദിനാവനൻ ഒക്കെ എന്താണ്? ദ്വിഗുസമാസത്തിന് ഉദാഹരണമാണ്. അവിടെ സംഖ്യ ചേർത്തിട്ടുണ്ടോ? അത് എക്സാമിന് ഏത് സമാസം ചോദിക്കുകയാണെങ്കിൽ എന്താണത്? ദ്വിഗുസമാസം. നോക്കിയേ, പൂർവപദം സംഖ്യയെ സൂചിപ്പിക്കുന്നു അല്ലെ. ഏകദിനം പറഞ്ഞ എന്താ? ഏക പറഞ്ഞ എന്താണ്? ഒരു ദിനം. ദ്വിഭാഷ, 2 ഭാഷ അല്ലെ. ത്രിദോഷങ്ങൾ, ത്രീ പറഞ്ഞ എന്താണ്? 3 ദോഷങ്ങൾ. ത്രികാലം, 3 കാലം. നാനാമുഖം എന്താണ്? 4 മുഖം. പഞ്ചാശരം, പറഞ്ഞ എന്താണ്? 5 ആണ് അല്ലെ. അപ്പൊ 5 ശരം. മനസ്സിലായോ? അപ്പൊ ഉത്തരപദം എന്താണോ, സംഖ്യ ചേർത്ത് കാണപ്പെടുന്നത് എന്താണ്? ദ്വിഗുസമാസം. അപ്പൊ ത്രിമധുരം എങ്ങനെയാണ് ദ്വിഗുസമാസമായി വന്നെന്ന് മനസ്സിലായോ? അല്ലെ. ത്രികാലം, 3 കാലം. പഞ്ചലോഹം, 5 ലോഹം. അതൊക്കെ എന്താണ്? ദ്വിഗുസമാസത്തിന് ഉദാഹരണമാണ്. ഇനി തെറ്റിക്കരുതേ, ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം കേട്ടോ. ഇനിയാണ് നമുക്ക്
അത്യാവശ്യമുള്ളത് അത് ഞാൻ ഇനി പ്രതിഗ്രാഹിക, സംബന്ധിക, പ്രയോജിക, ഉദ്ദേശിക, പിന്നെന്താണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആധാരിക, ഇൽക്കൽ, പുരുഷ, ഇൽക്കൽ എന്നീ ആധാരിക വിഭക്തി പ്രത്യയങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, തരാം കേട്ടോ. അടുത്ത് ശരിയായ പദം എടുത്തെഴുതുക. ഇതൊക്കെ എക്സാമിന് തെറ്റും ശരിയൊക്കെ അവിടെ വരാറുണ്ട് കേട്ടോ. അപ്പൊ ശരിയായ പദം അവിടെ എടുത്തെഴുതാനാണ് പറഞ്ഞത്. നോക്കിയേ, യശശരീരൻ ഏതാണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്? ശരിയായിട്ടുള്ള ആൻസർ ഏതാ വരിക? ഏതാ വരിക? അത് തന്നെയാണ്, ഓപ്ഷൻ എ ആണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ. പരീക്ഷയ്ക്ക് ശരിയായ പദം ഉറപ്പായിട്ടുമുള്ളൊരു ചോദ്യമാണ്. അപ്പൊ നമുക്ക് അവിടെ 4 മാർക്കിനുള്ള ചോദ്യം നമ്മൾ അവിടെ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. പരീക്ഷയ്ക്ക് ഉറപ്പാണ്. അപ്പൊ ശരിയായ പദം എന്നൊരു ചോദ്യം അവിടെ ഉറപ്പാണ്, നിങ്ങൾ നോക്കിക്കോ കേട്ടോ. ഇനി ഞാൻ കുറച്ച് തെറ്റും ശരിയും പറഞ്ഞു തരുന്നുണ്ട്. നോക്കിയേ, ഇവിടെ ഞാൻ മൊത്തം തെറ്റാണ് തന്നിരിക്കുന്നത് കേട്ടോ. ഈ ഭാഗം മൊത്തം തെറ്റും ഈ ഭാഗമൊക്കെ എന്താണ്, ശരിയാണ്. ഓക്കെ, നമ്മൾ ഒരിക്കലും അങ്ങനെ എന്ന് പറയില്ല. ഓക്കെ, നമ്മൾ എപ്പോഴും എങ്ങനെയാ പറയാ? അങ്ങനെ. നമ്മൾ പറയുമ്പോ അങ്ങനെ തന്നെ വേണം പറയൂലേ, അങ്ങനെയല്ല പറയാ. നമ്മുടെ പരീക്ഷാ ഭവന്റെ ചോദ്യത്തിലും PSCക്കും എങ്ങനെയാണ്? അങ്ങനെയാണ് വേണ്ടത്. എങ്ങനെ? അങ്ങനെ, അങ്ങനെ പറയും. ദെൻ വളരെ ഇമ്പോർട്ടന്റ് ആയി ചോദിക്കുന്ന ചോദ്യമാണ് അടിമത്തം. നമ്മൾ അടിമത്തം എന്ന് പറയില്ല. ഇത് അവിടെ എന്താണ്? ഇത് അവിടെ തെറ്റാണ്. അടിമത്തമാണ് ശരിയായിട്ടുള്ള ആൻസർ. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ദെൻ അതാത്, നമ്മൾ പറയണത് അതാത് എന്നല്ലേ പറയുള്ളൂ, അങ്ങനെയല്ല, അതത് എന്നേ പറയാൻ പാടുള്ളൂ കേട്ടോ. നമ്മുടെ PSCക്ക് വേണ്ട ഉത്തരം എന്താണ്? അതത് എന്നാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇതും ചോദിക്കുന്നുണ്ട്. ദെൻ വളരെ അധപതനം എങ്ങനെയാ പറയാ? അവിടെ വിസർഗമുണ്ട്. ഇതാണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ. ഞാൻ തെറ്റും ശരിയും അവിടെ ഇട്ട് തരുന്നുണ്ട്. ദെൻ അധ്യാപകൻ, അത് നിങ്ങൾക്ക് അറിയാം അല്ലെ, അതെന്താണ്? അധ്യാലെ ധനത്തിലെ ധാവാണ് അവിടെ വരിക. അധ്യാപകൻ എന്ന രീതിയാണ് അവിടെ വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അധ്യാപകൻ. ദെൻ അനന്തരവൻ, അനന്തിരവനാണ്. ഇത് എന്റെ അനന്തിരവനാണെന്ന് പറയില്ല, അനന്തരവൻ. അവിടെ വള്ളിയില്ല എന്നും കൂടി ശ്രദ്ധിക്കുക. ദെൻ അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ചോദിക്കാനുള്ളത് അനുഗ്രഹീതൻ. എന്താണ്? അനുഗ്രഹ എന്ന് പറയില്ല. നമ്മൾ അവിടെ നോർമൽ ആയിട്ട് പറയുമ്പോൾ എന്ത് പറയും? അനുഗ്രഹം. അനുഗ്രഹീതനാണ് അവിടെ പറയുക കേട്ടോ. ദെൻ അനുഗ്രഹീതൻ. ദെൻ അല്ലെങ്കിൽ, അല്ലെ, എന്താ പറയാ? അല്ലെങ്കിൽ എന്താ പറയാ? ആ ലാ അല്ല പറയാ, അവിടെ അല്ലേ അല്ലെങ്കിൽ എന്നാണ് വരുന്നത്. ഓക്കെ, ഇത് തെറ്റാണ്, ഇത് ശരിയാണ്. ദെൻ അവധാനത, അവധാനം. അസ്ഥികൂടം ചോദിച്ചിട്ട് ഒരുപാട് പ്രാവശ്യം. എന്താണ്? രഥത്തിലെ ധാവാണ് വരിക. ദെൻ അസദിഗ്ധം, അതും എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. അതും ഇതാണ് ശരി. ദെൻ അസ്ഥിവാരം ചോദിക്കും, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഈ ദാ അല്ല, തത്തയുടെ താവാണ് അസ്ഥിവാരം. ക്ലിയർ ആണോ? ദെൻ ആണത്വം, ആണത്വം സിമ്പിൾ ആയി പറഞ്ഞാൽ കേട്ടോ. ദെൻ ആദ്യാവസാനം, ആദ്യ അവിടെ ദീർഘമില്ല, അത് തെറ്റാണ്, ആദ്യാവസാനമാണ്. ദെൻ ആവർത്തി, നമ്മൾ പറയും വീണ്ടും വീണ്ടും നിങ്ങൾ ആവർത്തിക്കണ്ട പറയും, ആവർത്തിയല്ല ആവൃത്തിയാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ ആവർത്തിക്കുക, നോക്കിയേ, അത് രണ്ടും അവിടെ വ്യത്യാസം നോക്കിയേ. ആവർത്തിയാണെങ്കിൽ ആവൃത്തിയാണ് അല്ലെ, നമ്മൾ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞില്ല, അതുപോലെ ആവർത്തിക്കുകയല്ല ആവർത്തിക്കുക. ക്ലിയർ ആണോ? ആവർത്തിക്കുക. അപ്പൊ അത് സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ എടുത്തു വെക്കും. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലായോ? ദെൻ അടുത്ത ചോദ്യത്തിലേക്ക്, ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻ കൊണ്ട് വന്നിട്ട് ഇന്നിപ്പോ എവിടെ എത്തും തോന്നുന്നില്ല. ദെൻ അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് കൃതിയിലെയാണ്? അപ്പുക്കിളി എന്ന കഥാപാത്രം ഏതു കൃതിയിലാണ്? ഏത് കൃതിയിലാണ് അപ്പുക്കിളി എന്ന കഥാപാത്രം? കഥാപാത്രം പരീക്ഷയ്ക്ക് ഉണ്ട്, എക്സാമിന് ചോദിക്കും. 5 മാർക്ക്. അപ്പൊ 5ാമത്തെ മാർക്ക് അവിടെ എത്തി നമ്മള്. അപ്പുക്കിളി എന്ന കഥാപാത്രം ഏതു കൃതിയിലാണ്? ഏതിലാ വരിക? അതൊക്കെ നിങ്ങൾക്ക് അറിയും അല്ലേ, നിങ്ങൾ പഠിപ്പിച്ച ടീച്ചേഴ്സ് അല്ലേ. ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ, ഖസാക്കിന്റെ ഇതിഹാസമാണ് അല്ലെ. 4 കെട്ടിലെ കഥാപാത്രം ഏതാണ്? 4 കെട്ട്. 4 കെട്ടിൽ ഏതാണ്? അപ്പുണ്ണി ഏതിലാണ് ചോദിക്കും എക്സാമിന്. അപ്പുണ്ണി ഏതാണ്? 4 കെട്ടാണ് കേട്ടോ. ദെൻ തോട്ടിയുടെ മകൻ, തോട്ടിയുടെ മകൻ, തോട്ടിയുടെ മകൻ
ചുടലമുത്ത് എന്ന കഥാപാത്രം, അല്ലെ? ചുടലമുത്ത് എന്ന കഥാപാത്രം. Then മനസ്സിലായോ? അപ്പൊ നാലുകെട്ട്, ഖസാക്കിന്റെ ഇതിഹാസം, തോട്ടിയുടെ മകൻ, അല്ലെ? ഈ ഖസാക്കിന്റെ ഇതിഹാസത്തിലാണ് രവി എന്ന കഥാപാത്രം വരുന്നുണ്ട്. പിന്നെ അല്ലാപ്പിച്ച മൊല്ലാക്ക എന്ന കഥാപാത്രം ഏതിലാണ്? ഖസാക്കിന്റെ ഇതിഹാസമാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഏതിന്റെയാണ്? ഖസാക്കിന്റെ ഇതിഹാസമാണ്. മനസ്സിലായോ?